കുട്ടികളെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് ക്ലാസ് 3 മാത്സ് മേള എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ്. ടോയ് ജോയ് എന്ന് പറയുന്ന ലെസൺ. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ലെസൺ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇത് സെക്കൻഡ് ചാപ്റ്റർ. ലെസൻ്റെ പേര് ടോയ് ജോയ് എന്നാണ്. ടോയ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കളിപ്പാട്ടം. നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കുറച്ച് കളിപ്പാട്ടങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. എന്നാണ് നമുക്കറിയാം, നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഒരുപാട് വസ്തുക്കൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാം ഷേപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഷേപ്പ് അത് ഓരോ വസ്തുവിനും ഓരോ ഷേപ്പ് ആയിരിക്കും അല്ലേ. ഇപ്പം നമ്മൾ വാങ്ങിക്കുന്ന ടോയ്സ് തന്നെ നോക്കിക്കോ, അല്ലെ നമുക്ക് ചുറ്റുമുള്ള സാധനങ്ങൾ നോക്കിക്കോ, ഇതിനെല്ലാത്തിനും ഷേപ്പ് വ്യത്യാസമുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് 3D ഷേപ്സിനെ കുറിച്ചാണ്. എന്താണ് 3D ഷേപ്സ് എന്നറിയാമോ? അത് 3D ഷേപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഉണ്ടാവും, അതായത് നീളം, ലെങ്ത് ഉണ്ടാവും, ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതി ഉണ്ടാവും, പിന്നെ അതുപോലെ ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ്സും ഉണ്ടായിരിക്കും. ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ്, ഈ 3 അളവുകളും ഉള്ള വസ്തുക്കളെയാണ് നമുക്ക് 3D ഷേപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട 3D ഷേപ്സ് എന്ന് നമുക്ക് നോക്കാം. ക്യൂബോയിഡ്, കോണ്, സിലിണ്ടർ, ക്യൂബ്, സ്പിയർ, പിരമിഡ്സ്, ഇതൊക്കെയാണ് സാധാരണ 3D ഷേപ്സ് നമ്മൾ പറയാം. ഇതിൽ പിരമിഡ് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ലെസണിൽ പഠിക്കാനില്ലാത്ത, ബാക്കിയെല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ക്യൂബും നമുക്ക് ഇത് ക്യൂബ്, ഇത് ക്യൂബോയിഡ്, ഇത് ഏകദേശം ഒരു ഷേപ്പാണ്. പക്ഷേ ക്യൂബിൻ്റെക്കാട്ടിൽ അളവ് വ്യത്യാസം ക്യൂബോയിഡിനുണ്ട്. അതായത് ക്യൂബിൻ്റെ എല്ലാ വശങ്ങളും ഒരുപോലെ, പക്ഷേ ക്യൂബോയിഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ്, അതായത് ഈ സൈഡും ഈ സൈഡും, ഈ സൈഡും ഈ സൈഡും, ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡ്സ് ആയിരിക്കും ഈക്വലായിട്ട് വരുന്നത്. അതാണ് ക്യൂബും ക്യൂബോയിഡും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത്രയും വസ്തുക്കളെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇവിടെ നോക്കാം നമുക്ക്. Some children are making animals and bird faces on old boxes, cans and paper. കുറച്ച് കുട്ടികൾ ഇവിടെ പഴയ ബോക്സസ്, ക്യാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ ബോട്ടിൽസ് ഇല്ലേ, പാത്രങ്ങൾ, അത് പേപ്പർ, ഇതൊക്കെ കൊണ്ട് കുറച്ച് ആനിമൽസിൻ്റെ ബേർഡ്സിനെ പിക്ചർ അല്ലെങ്കിൽ അവരുടെ ഫേസസ് ഉണ്ടാക്കട്ടെ ആ ബോക്സിൽ. നോക്കാം. ലുക്ക് അറ്റ് ദ ബോട്ടിൽ. കണ്ടോ ബോട്ടിലിൻ്റെ ഷേപ്പ് ഏതാണ് നമുക്ക് നോക്കാം. നമ്മൾ ശരിക്കും ബോട്ടിലിൻ്റെ ഷേപ്പായിട്ട് കാണുന്ന ഏത് ഷേപ്പാണ്? ഈ ഷേപ്പ് അല്ലേ, ബോട്ടിലിൻ്റെ ഷേപ്പ് അല്ലേ, പാത്രത്തിൻ്റെ. ഇതെന്താ, ഇതിൻ്റെ പേരെന്താ? സിലിണ്ടർ. സിലിണ്ടറിൻ്റെ ഷേപ്പിനെ കുറിച്ചാണ് ഈ കുട്ടി പറഞ്ഞത്. നോക്കി, ഞാൻ ബോട്ടിൽ വെച്ചൊരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ പപ്പിയുടെ ഫേസ് ഉണ്ടാക്കി. ഞാൻ അടുത്ത കുട്ടി പറയുന്നത് ഐ മെയ്ഡ് എ പിഗ് ഫേസ് ഓൺ ദ ബോക്സ്. ക്യൂബിൽ എന്താണ് ഞാൻ ഉണ്ടാക്കിയത്? ഒരു പിഗിൻ്റെ ഫേസാണ് ഉണ്ടാക്കിയത്. പിഗിൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ പന്നിക്കുട്ടിയുടെ. അപ്പോൾ ക്യൂബിൻ്റെ ഷേപ്പ് നോക്കിയേ, ഇതാണ് ക്യൂബിൻ്റെ. ഇതിലാണ് അവൻ പന്നിക്കുട്ടിയുടെ ഒരു ഫേസ് ഉണ്ടാക്കിയത്. ഇനി അടുത്തത് നോക്കാം. അപ്പോൾ ഈ കുട്ടി എന്താ പറയുന്നത് നോക്കിയേ. ഐ മെയ്ഡ് എ ക്യാറ്റ് ഫേസ് ഓൺ ക്യൂബോയിഡ്. ഞാൻ ക്യൂബോയിഡിലൊരു ക്യാറ്റിൻ്റെ ഫേസ് ഉണ്ടായി. ക്യൂബോയിഡ് ഇതാ ഈ ഷേപ്പ്, ഇതിൻ്റെ ഒരു ക്യാറ്റിൻ്റെ ഫേസ് ഉണ്ടാക്കി എന്ന് പറയാം. അപ്പോൾ നോക്കി, ഈ കുട്ടി എന്താ പറയുന്നത്? ഐ മെയ്ഡ് ദ ബേർഡ് ഫേസ് ഓൺ എ കോൺ, ലുക്ക് അറ്റ് ഇറ്റ് പോയിൻറ്റഡ് ബീക്ക്. നോക്കി, ഞാനൊരു ബേർഡിൻ്റെ ഫേസ് ഒരു കോണിലാണ് ഉണ്ടാക്കിയത്. നോക്കി, കോണിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ അറ്റം ഒരു കൂർത്തിരിക്കും. അപ്പോൾ നമുക്ക് ബേർഡിൻ്റെ ബീക്ക് പോലെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും വസ്തുക്കളാണ് ആ കുട്ടികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. യൂസ് ഓൾഡ് ബോക്സസ്, ക്യൂബ്സ് ആൻഡ് ക്യൂബോയിഡ്സ് ആൻഡ് ബോട്ടിൽസ് ഡു ദ ക്രാഫ്റ്റ് വർക്ക്, ഡ്രോ ഫേസസ് ഉണ്ടാകും. അപ്പോൾ ഇതുപോലെയുള്ള വസ്തുക്കളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫേസസ് ഒക്കെ വരച്ച് ഉണ്ടാക്കാമേ. വാട്ട് ഡിഡ് യു ഡ്രോ ഓൺ ദെയർ ഫേസസ്? അവരുടെ ഫേസസിൽ നമ്മൾ എന്തൊക്കെയാണ് വരയ്ക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നല്ല ക്രാഫ്റ്റ് വർക്കായിട്ട് ചെയ്യാം. ജയ ഈസ് ബിൽഡിംഗ് എ റോക്കറ്റ് വിത്ത് ഹെർ ഷേപ്പ്. വാട്ട് ഷേപ്സ് ഹാസ് ഷീ യൂസ്ഡ്? ഹൗ മെനി ഓഫ് ഈച്ച്? നോക്കിയേ, നമ്മുടെ ജയ ആണെങ്കിൽ ഒരു റോക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം എന്തൊക്കെയാണെന്ന് പല ഷേപ്പിലുള്ള വസ്തുക്കൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഏറ്റവും താഴെയായിട്ട് 4 ക്യൂബോയിഡ്സ് വെച്ചിട്ടുണ്ട്. ക്യൂബോയിഡ്സ് ഏതൊക്കെയാണ്? ബ്ലൂ, റെഡ്, ഗ്രീന്, യെല്ലോ. നടുക്കൊരു സിലിണ്ടറുണ്ട്. ഷേപ്പ് വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത് കേട്ടോ. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? ക്യൂബ്സ് ആണല്ലേ. ക്യൂബ്,
രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ക്യൂബ്സ്. പിന്നെ മുകളിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു കോണും ഉണ്ട്. നോക്കി എത്ര ക്യൂബ്സ് ഉണ്ട് അപ്പം? ക്യൂബ്സ് ഇവിടെ 2 ക്യൂബ്സ് ആണുള്ളത്. ദെൻ ക്യൂബോയിഡ് എത്ര ഉണ്ട്? 4 എണ്ണം അല്ലേ? 1 2 3 4 4 ക്യൂബോയിഡ് ഉണ്ട്. കോൺ എത്ര ഉണ്ട്? ഓൺലി 1. ദെൻ സിലിണ്ടർ ഈസ് ഓൾസോ 1. ഒരു സിലിണ്ടറും ഉണ്ട്. അവൾ അത്രയും സാധനങ്ങൾ റോക്കറ്റിലേക്ക്. വാട്ട് ഷേപ്പ് ഈസ് ബിറ്റ്വീൻ റെഡ് ക്യൂബോയിഡ് ആൻഡ് യെല്ലോ ക്യൂബോയിഡ്? റെഡ് ക്യൂബോയിഡിനും യെല്ലോ ക്യൂബോയിഡിനും ഇടയ്ക്ക് ആരാ ഉള്ളത്? യെസ്, ഗ്രീൻ ക്യൂബോയിഡ്. വാട്ട് ഷേപ്പ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ഓറഞ്ച് സിലിണ്ടർ? ഓറഞ്ച് സിലിണ്ടറിന് മുകളിൽ എന്താ ഉള്ളത്? ഓറഞ്ച് സിലിണ്ടറിൻ്റെ യെസ്, ബ്ലൂ കളർ ക്യൂബ്. വാട്ട് ഷേപ്പ് ഈസ് അണ്ടർ ദ പിങ്ക് കോൺ? പിങ്ക് കോണിന് അടിയിലായിട്ടുള്ളത്, പിങ്ക് കോൺ അതിനടിയിലായിട്ട് എന്താ? പർപ്പിൾ കളറ് എന്താ? പർപ്പിൾ കളർ ക്യൂബാണ് ഉള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ ഫേസസ് ഉണ്ട്, അതായത് വശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓരോ ഷേപ്പിനും ഓരോ വശമാണുള്ളത്. നമുക്ക് നോക്കാം. ക്യൂബിന് 6 ഫേസസ് ഉണ്ട്, 12 എഡ്ജസ് ഉണ്ട്, ദെൻ 8 വെർട്ടീസസും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ക്യൂബിനുള്ളത്? 6 ഫേസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫേസ് എന്ന് പറഞ്ഞാൽ ഇതാ 1 2 3 ഇങ്ങനെ 6 നോക്കി, ഇത് 3, അതിന് ഓപ്പോസിറ്റ് 3, അങ്ങനെ 6 ഫേസസ് ഉണ്ട്. ഒപ്പം തന്നെ എന്താ ഉള്ളത്? 12 എഡ്ജസ് ആൻഡ് 8 വെർട്ടീസസ്. വെർട്ടീസസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോണായിട്ടിരിക്കുന്ന മൂലയായിട്ട് വരത്തില്ലേ, കോർണർ മൂല, അതാണ് വെർട്ടീസസ്. 8 എഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇത് ഈ വരയില്ലേ, ഇങ്ങനെ വരയ്ക്കുന്ന ഈ വര, ഇതിനാണ് എഡ്ജസ് എന്ന് പറയുന്നത്. 8 എഡ്ജസും ഉണ്ട്. നിങ്ങൾ അത് നോക്കിക്കഴിഞ്ഞാൽ ചില ഭാഗങ്ങൾ നമുക്ക് 3D സ്പേസ് ആയതുകൊണ്ട് ആ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ എടുക്കുന്ന ഒരു ഫോണോ അതല്ലെങ്കിൽ നിങ്ങളുടെ ബോട്ടിലോ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകും. സിലിണ്ടറിൻ്റെ ഷേപ്പിന് ബോട്ടിലെടുത്താൽ മതിയല്ലോ. നമ്മുടെ ഫോണോ ബോക്സോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സൈഡും എണ്ണി നോക്കാൻ പറ്റും. അടുത്തത് നോക്കി ക്യൂബോയിഡിനൊന്ന് 6 ഫേസസ് ആണുള്ളത്, 12 എഡ്ജസ് ആണുള്ളത്, 8 വെർട്ടീസസും ആണുള്ളത്. അല്ലോ ഇതിൻ്റെ അളവുകളെല്ലാം അല്ലേ എല്ലാം ഒരേപോലെ, അതായത് 6 ഫേസ്, 12 എഡ്ജസ്, 8 വെർട്ടീസസ്. പക്ഷേ എന്താ വ്യത്യാസം? ഇവ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് ഈക്വലായിട്ട് വരുന്നത്. ഇതാണ് ഓൾ സൈഡ്സ് ഈക്വൽ, അതായത് ക്യൂബ് ഓൾ സൈഡ്സ് ഈക്വലും ക്യൂബോയിഡ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലുമായിട്ടാണ് വരുന്നത്. ദെൻ പിരമിഡ്സ്, അതിന് 5 ഫേസസും 8 എഡ്ജസും 5 വെർട്ടീസസുമാണ് ഉള്ളത്. അടുത്ത കോൺ നോക്കിയേ. കോണിന് 2 ഫേസ് ആണുള്ളത്, 1 എഡ്ജ് ആൻഡ് 1 വെർട്ടീസസ്. 1 വെർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരേ ഒരു കോണേ ഉള്ളൂ, പിന്നെ ഒരേ ഒരു മൂല മാത്രം, കോർണറേ ഉള്ളൂ. ദെൻ 1 എഡ്ജ്, ഒരു എഡ്ജുമേ ഉള്ളൂ. അതായത് ഇതിൻ്റെ ഷേപ്പിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ അതുപോലെ 2 ഫേസസ്, അതായത് 2 ഫേസസ് എന്ന് പറഞ്ഞാൽ ഈ കർവ്ഡ് ഫേസ്, ഈ കാണുന്ന ഫേസും പിന്നെ ഇതിൻ്റെ അടിയിലത്തെ ഫേസ് ഇല്ലേ, അടിയിൽ അതായത് സർക്കിൾ പോലെ ഇരിക്കുന്ന ഫേസ്, അങ്ങനെ ആ 2 ഫേസസ് ആണ് കോണിനുള്ളത്. സ്പിയർ എന്ന് പറഞ്ഞാൽ 1 ഫേസ് മാത്രമേ ഉള്ളൂ, ഇതിന് എഡ്ജസോ വെർട്ടീസസോ ഇല്ല. അതായത് എഡ്ജസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വശങ്ങളും ഇല്ല, വെർട്ടീസസ് ഇതുപോലെയുള്ള മൂലയും ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? ഇത് ഒരു സർക്കുലർ 3D ഷേപ്സാണ്, 3D ഷേപ്പാണ് സ്പിയർ എന്ന് പറഞ്ഞാൽ. സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അതിന് 3 ഫേസ് ഉണ്ട്. ഏതൊക്കെയാണ് അതിൻ്റെ 3 ഫേസ് എന്ന് പറയുമ്പോൾ, ഈ കർവ്ഡ് ഫേസ്, മുകളിലത്തെ ഫേസ്, ഏറ്റവും താഴെ അടിഭാഗത്തുള്ള ഫേസ്, അങ്ങനെ 3 ഫേസ്. 2 എഡ്ജസ് ഉണ്ട്, 2 എഡ്ജസ്, അതായത് ഈ ഒരു ഭാഗത്ത് ഒരു എഡ്ജുണ്ട്, ഈ ഒരു ഭാഗത്ത് എഡ്ജസ് ആയിട്ട് അവരും 2 എഡ്ജസ് ഉണ്ട്. ദെൻ 0 വെർട്ടീസസ്, ഇനി മൂലകളൊന്നും ഇല്ല അല്ലേ, കോർണേഴ്സ് ഒന്നും ഇല്ല. Collect the objects to make the house. Name a shape of talk about their faces, edges. ഇതിപ്പോൾ നമ്മൾ ഫേസസും എഡ്ജസും ഒക്കെ പറഞ്ഞു. പിന്നെ നോക്കാം. ദേവിക went to shop and brought a toy engine. Here is Deviga's toy engine. It has many parts. നോക്കി, ദേവിക പോയൊരു ടോയ് എൻജിൻ വാങ്ങിച്ചു. അതിൻ്റെ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്ന് നോക്കാമേ. റെഡ് സിലിണ്ടർ എത്ര ഉള്ളത്? ഒരു റെഡ് സിലിണ്ടറേ ഉള്ളൂ അല്ലേ. ദെൻ യെല്ലോ കോൺ, എത്ര യെല്ലോ കോൺ ഉണ്ട്? 2 യെല്ലോ കോൺ ഉണ്ട്. ദെൻ ഗ്രേ ക്യൂബോയിഡ്, എത്ര ഗ്രേ ക്യൂബോയിഡ് ഉണ്ട്? ഓൺലി 1. ദെൻ ബ്ലൂ ക്യൂബ്, എത്ര ബ്ലൂ ക്യൂബ്സ് ഉണ്ട്?
1 ക്യൂബ് അല്ലേ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ആ ടോയ്ക്കുള്ളത്. ഹിയർ ആർ സം മോർ ടോയ്സ് ഫ്രം ദ ടോയ് ഷോപ്പ്. ദേ ആർ മെയ്ഡ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ്. പിന്നെ അതുപോലെ ടോയ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് വേറെ ഇതൊക്കെയാണ് ടോയ്സ് ആണുള്ളത്. ഇതിൽ ഓരോന്നിൻ്റെയും ഷേപ്പിൽ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നോക്കിയേ. ഇവിടെ ആദ്യത്തെ ഒരു കോണും പിന്നെ ഒരു സിലിണ്ടറോ അല്ലേ. ഇതിനകത്താണ് ഒരു സ്പിയർ ഉണ്ട്. ശരിയാണോ? സ്പിയറാണ് ഈ കാണിച്ചിരിക്കുന്നത് നമുക്ക്. അപ്പോൾ കോണും സിലിണ്ടറുമാണ് ആദ്യത്തേലുള്ളത്. രണ്ടാമത്തെ സ്പിയറും സിലിണ്ടറുമാണ്. മൂന്നാമത്തേൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കിയേ. ഒരു സ്പിയറുണ്ട്, ഒരു സിലിണ്ടറുണ്ട്, ഉണ്ടോ ചെവിയുടെ ഭാഗമായിട്ട് എന്തുണ്ട്? കോണുമുണ്ട്. അടുത്തത് നോക്കിയേ. അടുത്തതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? നമുക്ക് ക്യൂബ്സ് ഉണ്ട്, ക്യൂബോയിഡ്സ് ഉണ്ട് അല്ലേ. ക്യൂബ്സും ക്യൂബോയിഡ്സും ആണുള്ളത്. Jia made some houses using different shape. Try to build such houses and towers, rockets, etc. using different shapes available around you. പിന്നെ അതുപോലെ ജയ എന്താ ചെയ്തേക്കുന്നതെന്ന് അറിയാമോ? അവിടെ അടുത്തുള്ള ഷേപ്സൊക്കെ വെച്ച് പലതരത്തിലുള്ള വീടുകൾ ഉണ്ടാക്കിയേക്കണ്ടോ. ഇവിടെ ഒരു കോണും ക്യൂബും ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ കോണും ക്യൂബോയിഡും ചേർത്ത് നോക്കിയത് വലിയൊരു ക്യൂബോയിഡും 2 കോൺസും ചേർത്ത് ഇവിടെ കുറേ സാധനങ്ങൾ ചേർത്തിട്ടുണ്ടല്ലേ. 2 കോണ്, 2 ക്യൂബോയിഡ്സ്, ദെൻ ഇവിടെയും എന്താ പറയുന്നത് സൈസ് തിക്നെസ് കുറവുള്ള ക്യൂബോയിഡ് ഒക്കെ ചേർത്തിട്ടാണ്. പിന്നെ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള തൂണുകളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ക്യൂബ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്യൂബോയിഡ്. ക്യൂബോയിഡും ക്യൂബും തമ്മിൽ ഏകദേശം ഒരുപോലെ ആണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ക്യൂബ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്യൂബോയിഡാണ്. ക്യൂബോയിഡിൻ്റെ എല്ലാ വശങ്ങളും ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ അത് ക്യൂബായിട്ട് മാറും. Construct and describe. Ask the students to sit in a group in 4 or 5. Each group, one student select 3 shapes and put them together. The students then describe the sequence of the construction and other students have to build the same without seeing the original one. Let children take turns and play the game in the group. അതായത് ഒരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് 3-4 കുട്ടികൾ ഒരുമിച്ച് ചേർന്നിട്ട് 3 ഷേപ്പ് എടുക്കുക. ഇവിടെ ഈ കുട്ടി എഴുതിയേക്കുന്ന ഒരു ക്യൂബോയിഡ്, ഒരു സിലിണ്ടർ, ഒരു കോൺ. ക്യൂബോയിഡ്, സിലിണ്ടർ, കോൺ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റോക്കറ്റാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ മറ്റുള്ള കുട്ടികൾ, അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള കുട്ടികളെല്ലാം അവർ പരസ്പരം ചെയ്യുന്നത് കാണാതെ തന്നെത്താൻ ഇങ്ങനെ 3 ഷേപ്പ് എടുത്ത് പല സാധനങ്ങൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. ദ സിലിണ്ടർ ഈസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ക്യൂബോയിഡ്, ദ കോൺ ഈസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ സിലിണ്ടർ. അങ്ങനെയാണ് ഇതിപ്പം ഈ 3 ഷേപ്പ് ചേർത്ത് ഉണ്ടാക്കിയത്. ക്യാൻ യു ഫൈൻഡ് ദീസ് ഷേപ്സ് ഇൻ ദ ക്ലാസ് റൂം? ക്ലാസ് റൂമിൽ നിങ്ങൾ ഇതുപോലത്തെ ഷേപ്പിലുള്ള ഇത് സിലിണ്ടറിക്കൽ ഷേപ്പിൽ, സ്ഫിയറിൻ്റെ ഷേപ്പിൽ, ക്യൂബ്, ക്യൂബോയിഡ്, കോൺ, ഈ ഷേപ്പിലൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ കാണാറുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. നോക്കിയേ. സിലിണ്ടർ ഷേപ്പിലാണ് പെൻസില്, കണ്ടെയ്നർ. സ്ഫിയറാണ് ഗ്ലോബ്, ബലൂൺസ്, ബോക്സസ്, ഡൈസ്. ഇതൊക്കെ ക്യൂബ് ഷേപ്പാണ്. ഡൈസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് ഈ പാമ്പ് മേനിയും കളിക്കുന്ന സാധനം, ഒരു കട്ട, അതിനാണ് നമ്മൾ ഡൈസ് എന്ന് പറയുന്നത്. ബുക്ക്, ഇറേസർ. ദെൻ കോൺ ഷേപ്പിലൊക്കെ നമുക്ക് സാധനങ്ങൾ ക്ലാസ്സുകളിൽ കുറവായിരിക്കും അല്ലേ. നമുക്ക് പാർട്ടി ഹാറ്റ്, ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടി ഹാറ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഐസ്ക്രീം കോൺ, നമുക്ക് ഐസ്ക്രീമൊക്കെ തരുമ്പോൾ കിട്ടുന്ന കോൺ ഷേപ്ഡ്, അതൊക്കെയുള്ളൂ. അല്ലാതെ ക്ലാസ് റൂമിൽ ഒരുപാടൊന്നും നമുക്ക് കോൺ ഷേപ്പ് കാണാൻ പറ്റത്തില്ല. ഏറ്റവും കൂടുതൽ കാണുന്നത് ക്യൂബോയിഡ് ഷേപ്പ് ആയിരിക്കും. ഇവിടെ ചോദിച്ചിട്ടുണ്ട് നെയിം ദ ഷേപ്പ് ദാറ്റ് യു ഫൈൻഡ് മോസ്റ്റ് ക്യൂബോയിഡ് ആയിരിക്കും അല്ലേ. ദെൻ നെയിം ദ ഷേപ്പ് ദാറ്റ് യു ഫൈൻഡ് ഇൻ ദ ലീസ്റ്റ്. ഏറ്റവും കുറവ് കാണുന്നത് കോൺ ഷേപ്പ് ആയിരിക്കും. നെയിം ദ ഒബ്ജക്റ്റ് ദാറ്റ് മേക്ക് മോർ ദാൻ 1 ഷേപ്പ്. കൂടുതൽ ഒരു ഷേപ്പ് അല്ലാതെ വേറെ പല ഷേപ്പുകൾ ചേർന്ന്. നമ്മൾ ഫാൻ കണ്ടിട്ടില്ലേ, ക്ലാസ്സിലെ ഫാന്, അതിനൊരു ഷേപ്പാണോ? ഇത് ഏറ്റവും മുകളിലായിട്ട് ഒരു ഏകദേശം കോണിൻ്റെ പോലത്തത്, പിന്നെ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള കമ്പി, പിന്നെ ലീഫ് വരുന്ന ഉടനെയോ അതിൻ്റെ എഡ്ജസൊക്കെ വ്യത്യാസപ്പെട്ടു. ഒരു ക്യൂബോയിഡ് ഷേപ്പാണ്, പക്ഷേ അതിൻ്റെ എഡ്ജസിനൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പല ഷേപ്പുകൾ ചേർന്ന. പിന്നെ അതുപോലെ പ്രൊജക്ടർ, നമ്മുടെ കമ്പ്യൂട്ടർ പ്രൊജക്ടർ, ഇതൊക്കെ പല ഷേപ്പുകൾ ചേർന്നിട്ടാണ്. ലുക്ക് അറ്റ് ദീസ് ഷേപ്സ് ആൻഡ് ആൻസർ ദ ഫോളോയിങ്. സർക്കിൾ ദ ക്യൂബ്. ക്യൂബ്സിനെ സർക്കിൾ ചെയ്യണം. എവിടേക്കാണ് ക്യൂബ്? 1, 2, 3 ക്യൂബ്സ്. ദെൻ എന്താ? പുട്ട് ദ ടിക്ക് എഗൈൻസ്റ്റ് ദ ഷേപ്പ് ഓഫ് ദ കോൺ. കോണിന് ടിക്ക് കൊടുക്കുക. ദെൻ അടുത്ത എന്താ? പുട്ട് ക്രോസ് എഗൈൻസ്റ്റ് ദ ഷേപ്പ് ഓഫ് ദ സിലിണ്ടർ. സിലിണ്ടറിന് ക്രോസ് കൊടുക്കുക. ദെൻ അടുത്ത എന്താ? പുട്ട് എ ബോക്സ് എറൗണ്ട് ദ ക്യൂബോയിഡ്. സ്ക്വയർ ബോക്സ് എന്താ ക്യൂബോയിഡിന്
അതിൽ ഇങ്ങനത്തെ സ്ക്വയർ ബോക്സ് ക്യൂബോയിഡിന് ചെയ്യാം. ഇനി നെയിം ദ ഷേപ്സ്. ഇനിയും ഓരോ ഷേപ്സ് വിത്ത് നോ എഡ്ജസ് നമ്മൾ പഠിച്ചതാണേ. എഡ്ജസ് ഇല്ലാത്ത എന്തുമായിരുന്നു? സ്പിയർ അല്ലേ. ഫ്ലാറ്റ് ഫേസസ് മാത്രം ഉള്ളത് ക്യൂബ്സിനും ക്യൂബോയിഡ്സിനുമാണ്. കർവ്ഡ് ഫേസ് ഉള്ളത് സ്പിയറിനാണ് അല്ലേ. ദെൻ ബോത്ത് സ്ട്രെയിറ്റ് ആൻഡ് കർവ്ഡ് എഡ്ജസ് ഉള്ളത് സ്മൂണ്, ബ്ലേഡ്സ് ഓഫ് ഫാൻ, ഇതിനൊക്കെ സ്ട്രെയിറ്റും കർവ്ഡുമായിട്ടുള്ള എഡ്ജസ് ഉണ്ട്. ബോത്ത് ഫ്ലാറ്റ് ആൻഡ് കർവ്ഡ് സിലിണ്ടറിനും കോണിനും ഒക്കെ ഫ്ലാറ്റും കർവ്ഡുമായിട്ടുള്ള ഫേസസ് ഉണ്ട്. നമുക്ക് അത് നോക്കിയാൽ നമുക്ക് മനസ്സിലായി. ഇപ്പം സിലിണ്ടറും കോണും ഒക്കെ ഇരിക്കുന്നത് തന്നെ ഈ ഒരു ഷേപ്പല്ലേ. അപ്പോൾ ഫ്ലാറ്റായിട്ടുള്ള ഒരു ഫേസും ഉണ്ടായിരിക്കും, പിന്നെ കർവ്ഡ് ആയിട്ടുള്ള ഒരു ഫേസും ഉണ്ടായിരിക്കും. ഈ കുട്ടി ക്ലേയും സ്റ്റിക്കും കൊണ്ടുണ്ടാക്കിയ ഷേപ്സ് ആണ്. ഇവിടെ ക്യൂബ്സ് വെച്ചിട്ടുള്ള ഷേപ്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാനാണ് പറയുന്നത്. ഇനി നമുക്കൊരു ഗെയിം ഉണ്ട്. അതായത് ഡൈസ് വെച്ചിട്ട് ദെയർ ഈസ് എ ഗെയിം അലോങ് ദ ബോർഡർ ഓഫ് ദ പേജ്. റോൾ ദ ഡൈ ആൻഡ് മൂവ്സ് ദ കൗണ്ട് ടു ദ പിക്ചർ അസോസിയേറ്റഡ് വിത്ത് ദ നമ്പർ ആൻഡ് ദ ഡൈ. അതായത് ഇതുപോലെ നമ്മൾ പാമ്പ് വേണമെങ്കിൽ കളിക്കുന്ന ഡൈസ് ആണ്. ഈ ഡൈസിൻ്റെ ഈ 1 വീണ സിലിണ്ടറിൽ നിങ്ങൾ മൂവ് ചെയ്യണം. 2 വീണമെങ്കിൽ സ്പിയർ, 3 കോൺ, ക്യൂബ്, ദെൻ 5 ക്യൂബോയിഡിലേക്ക് നിങ്ങൾ മാറണം. 6 നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ 2 സ്റ്റെപ്പ് മുന്നോട്ട് നീങ്ങണം. അതായത് ഇവിടെ ഈ പേജിൻ്റെയാണ് പറഞ്ഞത്. അതായത് നിങ്ങൾക്ക് ഡൈസിന് സ്പിയറിലേക്ക് വരണമെങ്കിൽ സ്പിയറിന് എന്താ വരുന്നേക്കുന്നത്? 2 എന്ന നമ്പർ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് സ്പിയറിലേക്ക് വരാം. മനസ്സിലായോ? അങ്ങനെ ഓരോ നമ്പറിനനുസരിച്ച് 1 വന്നാൽ സിലിണ്ടർ, ദെൻ 3 വന്നാൽ കോണ്, അങ്ങനെ ഓരോന്നും ഇങ്ങനെ മൂവ് ചെയ്ത് 6 വരുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ 6 കിട്ടി, 2 മൂവ് ചെയ്യാം, ഇതും. മനസ്സിലായോ? അങ്ങനെ ആരാണ് ഏറ്റവും മുന്നേ വരുന്നതെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഒരു ഗെയിമാണ് കേട്ടോ. അടുത്ത ഇൻ വാട്ട് വേസ് ദീസ് ഷേപ്സ് ആർ സെയിം, ഇൻ വാട്ട് വേസ് ദേ ആർ ഡിഫറെൻറ്റ്. നമ്മളിപ്പോൾ പഠിച്ച ഷേപ്പുകൾ ഏതൊക്കെയാണിത്? സിലിണ്ടർ, ക്യൂബ്, കോണ്, സ്പിയർ, ദെൻ ക്യൂബോയിഡ്. ഇത് ഏത് രീതിയിലാണ് സിമിലാരിറ്റി ഉള്ളത്, ഏതാണ് ഡിഫറൻസ്? സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇത് 3D ഷേപ്സ് ആണ്. 3 ഡയമെൻഷണൽ ഷേപ്പ് ദാറ്റ് ഓക്കുപ്പൈ സ്പേസ്. വി ക്യാൻ ടച്ച്, ഫീൽ ആൻഡ് ഹോൾഡ് ദം. നമുക്കത് എടുക്കുകയും ടച്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സം ഷേപ്സ് ഹാവ് ഫ്ലാറ്റ് സർഫസ്, സം ആർ ദ ഫ്ലാറ്റ് ആൻഡ് കർവ്ഡ് സർഫസ്. ചിലതിന് ഫ്ലാറ്റായിട്ടുള്ള പരന്ന ഫേസസ് മാത്രമാണുള്ളത്, ചിലതിന് പരന്ന ഫേസും ഉണ്ട്, പിന്നെന്താണ് കർവ്ഡ് ആയിട്ടുള്ള ഫേസും ഉണ്ട്. എക്സാമ്പിൾ സിലിണ്ടറും കോണും. ആൻഡ് 1 ഈസ് വിത്ത് ഓൺലി കർവ്ഡ് ഫേസ്. എന്നാൽ സ്പിയറിന് എന്താ ഉള്ളത്? കർവ്ഡ് ഫേസ് മാത്രമാണ് ഉള്ളത്. ഇനി നമ്മൾ ഡൈസ് പറഞ്ഞില്ലേ, ഈ സാധനം ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ നോക്കുന്നത് ദ ഫേസ് ഓപ്പോസിറ്റ് ഓഫ് ദി നമ്പർ 1. 1ൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് എന്താണ്? നിങ്ങളുടെ കയ്യിൽ ഡൈസ് ഉണ്ടെങ്കിൽ അത് നോക്കുക കേട്ടോ. 1ൻ്റെ ഓപ്പോസിറ്റായിട്ട് 6 ആണ് വരുന്നത്. ദ ഫേസ് നമ്പർ 2ന് ഓപ്പോസിറ്റായിട്ട് 5 ആണ് വരുന്നത്. ദെൻ ഫേസ് ഓപ്പോസിറ്റ് ടു ദ 3ക്ക് ഓപ്പോസിറ്റായിട്ട് 4ഉം വരുന്നു. നോക്കിയേ, 1ന് ഓപ്പോസിറ്റ് 6, 2ന് ഓപ്പോസിറ്റ് 5, 3ക്ക് ഓപ്പോസിറ്റ് 4. ഇങ്ങനെയാണ് വരുന്നത്. 1 2 3 4 5 6 അല്ല 6 ഡോട്ട്സ് അല്ലേ ഉള്ളത്. അപ്പോൾ ഈ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് ഓപ്പോസിറ്റ്സ് ഡോട്ട്സ് ആഡ് ചെയ്താൽ നമുക്ക് 7 എന്നാണ് ഇടുന്നത്. 1 + 6 7, 5 + 2 7, then 3 + 4 also 7. സോ വാട്ട് പാറ്റേൺ നോട്ടീസ്? എന്താണ് നമ്മൾ നോട്ടീസ് ചെയ്തത്? ഓപ്പോസിറ്റ് സൈഡ്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 7 എന്ന് കിട്ടും. ഇൻ വാട്ട് ഓർഡർ ദിസ് മോഡൽ ബിൽഡ്? ഈ മോഡൽ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് തന്നെ പറയാമോ? നോക്കിയേ, എന്താ ഏറ്റവും ആദ്യമായിട്ട് എന്തുണ്ട്? കുറച്ച് ക്യൂബോയിഡ്സ് വെച്ചിട്ട് എന്ത് ചെയ്തു? സ്റ്റെപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നെ വലിയ ക്യൂബോയിഡ്സ് വെച്ച് അതിന് ബേസ് ഉണ്ടാക്കിയിരിക്കുന്നു. അതിന് ശേഷം വലിയൊരു ക്യൂബോയിഡ് വെച്ചേക്കുന്നു. പിന്നെ കുറച്ച് സിലിണ്ടേഴ്സ് തൂണ് പോലെ വെച്ചേക്കുന്നു. വീണ്ടും ഒരു ക്യൂബോയിഡ് വെച്ചേക്കുന്നു. അതിലെന്ത് ചെയ്തേക്കുന്നു? അതിൽ കോൺസ് അറ്റാച്ച് ചെയ്തേക്കുന്നു. എങ്ങനെയാണെന്ന് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ദ മോഡൽ ഈസ് ബിൽഡ് ബൈ ഫസ്റ്റ് അസംബ്ലിങ് 3 ക്യൂബോയിഡ് ടു ഫോം സ്റ്റെയർ കേസ്. സ്റ്റെയർ കേസ് ആദ്യം ഉണ്ടാക്കുന്നു. ഫോളോ ബൈ പ്ലേസിങ് 2 സ്ലൈറ്റ്ലി ബിഗർ ക്യൂബോയിഡ് അണ്ടർ ദി എൻഡ് ഓഫ് ദ ലാർജ് ക്യൂബോയിഡ്. ലാർജ് ക്യൂബോയിഡിൻ്റെ എൻഡിലായിട്ട് എന്ത് വെച്ചേക്കുന്നു? ഇച്ചിരൂടെ 2
വലിപ്പമുള്ള ക്യൂബോയിഡ്സ് വെച്ചേക്കുന്നു. ദെൻ എ ലാർജ് ക്യൂബോയിഡ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ 4 സിലിണ്ടർ. 4 സിലിണ്ടർ മുകളിലായിട്ട് വേറൊരു ക്യൂബോയിഡ് വെച്ചേക്കുന്നു. പിന്നെന്താ ചെയ്തിട്ടുണ്ട്, 4 കോർണേഴ്സിൽ എന്തും വെച്ചിട്ടുണ്ട്, കോൺസും വെച്ചിട്ടുണ്ട് കോർണേഴ്സിലായിട്ട്. ഇവിടെ നോക്കിയേ, ഒരു ക്യൂബും ക്യൂബോയിഡും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഷേപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കുറേ ക്യൂബ്സ് ചേർത്ത് വേറൊരു ഷേപ്പും ഉണ്ടാക്കി വെച്ചേക്കുന്നു. അപ്പോൾ ഇവിടെ ഹൗ മെനി ഡിഫറെൻറ്റ് വേസ് യു ക്യാൻ ജോയിൻ 3 ക്യൂബ്സ്, ഒരു 3 ക്യൂബ് വെച്ച് ഇവിടെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വേറെ ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇവിടെ ഒരു ക്യൂബ്, ഇവിടെ ഒരു ക്യൂബ്, ഇങ്ങനെ ഇതൊരു ഷേപ്പ്. ഇനി നേരെ മുകളിലോട്ട് വേണമെങ്കിൽ നമുക്ക് 3 ക്യൂബ്സ് വെക്കാം അല്ലേ. അപ്പം അങ്ങനെയും നമുക്ക് ഷേപ്പ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഷേപ്സ് തന്നിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ചോദ്യം. നോക്കിയാൽ ഇത് ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഒരു ക്യൂബോയിഡ് തന്നിട്ടുണ്ട്, കണ്ടോ. ദെൻ ഇതിന് മുകളിലായിട്ട് 2 ക്യൂബോയിഡ്സ് വെച്ചിട്ട്, പക്ഷെ അതിന് ഇടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് വേറൊരു ക്യൂബോയിഡ് വെച്ചിട്ടുണ്ട്. 4 cuboids are arranged vertically with one at the bottom, 2 placed side by side in the middle and leaving a small gap between them and 1 cuboid placed in the top. ഇനി അടുത്ത നോക്കി, ഒരേപോലത്തെ 5 ക്യൂബോയിഡ്സ് വെച്ചിട്ടുണ്ട്, സെയിം സൈസ്. എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് ഒരു വലിയ ക്യൂബോയിഡും വെച്ചിട്ടുണ്ട്. 5 ക്യൂബോയിഡ്സ് ഓഫ് ദ സെയിം സൈസ് ആർ പ്ലേസ്ഡ് ടോപ്പ് ഓഫ് ഈച്ച് അതർ ആൻഡ് ദെൻ ബിഗർ ക്യൂബോയിഡ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദം. ദെൻ ഇവിടെ ആണെങ്കിൽ ഒരു 6 ക്യൂബോയിഡ്സ് ആണ് വെച്ചിരിക്കുന്നത്. 6 ക്യൂബോയിഡ്സ് നേരെ നേരെ മുകളിലായിട്ട് വെച്ചേക്കുമാണ്, ഒന്നിന് മുകളിലൊന്നായിട്ട്, ഒരു സൈസ് വ്യത്യാസവും ഇല്ലാതെ. ആൻഡ് 6 ക്യൂബോയിഡ്സ് ഓഫ് ദ സെയിം സൈസ് ആർ സ്ട്രക്ക് ഡയറക്ട്ലി ഔട്ട് ടു ദ ടോപ്പ് ഓഫ് ഈച്ച് അതർ ഫോമിങ് എ ടവർ ലൈക്ക് സ്ട്രക്ചർ. അടുത്തതും ക്യൂബോയിഡ് വെച്ചേക്കുമാണ്, പക്ഷേ അത് ലേശം സ്ലൈറ്റ്ലി ചരിച്ചാണ് വെച്ചേക്കുന്നത്, 3 3 ക്യൂബോയിഡ്സ് ഓഫ് ദ സെയിം സൈസ് ആർ സ്ട്രക്ക് വെർട്ടിക്കലി വിത്ത് ഈച്ച് സക്സസീവ് ക്യൂബോയിഡ് പ്ലേസ് സ്ലൈറ്റ്ലി. അല്പം ചരിച്ച് വെച്ചിരിക്കുന്ന ക്യൂബോയിഡ്സ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പം നമ്മുടെ ലെസൺ ഇവിടെ തീരുകയാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ക്യൂബോയിഡ്, നമ്മുടെ 3 ഡയമെൻഷണൽ ഷേപ്സിനെ കുറിച്ച് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത വീഡിയോയിൽ വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു.